ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ 12ാമത്തെ എപ്പിസോഡിൽ ഏറെ ചർച്ചയ്ക്ക് വിധേയമായ ഷാമോന്റെ മൈ ടൈം ആക്ടിവിറ്റിയിലെ സംസാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്ക് നൽകി വരുന്ന ഒരു പ്രത്യേക ടാസ്ക്കാണ് മൈ ടൈം എന്നത്. അതിൽ അവസരം കിട്ടുന്ന മത്സരാർത്ഥിക്ക് തന്റെ അഭിപ്രായങ്ങൾ മറ്റ് മത്സരാർത്ഥികളുടെ മുൻപിൽ, ജഡ്ജസിന്റെ മുൻപിൽ അവതരിപ്പിക്കാനും അതുപോലെ താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി മറ്റുള്ളവരോട് സംവദിക്കാനുമുള്ള നിശ്ചിത സമയമുണ്ടായിരിക്കും. ഇങ്ങനെ ഷാമോന് ലഭിച്ച ആ സമയം ഷാമോൻ യൂസ് ചെയ്തത് ഇങ്ങനെയാണ്. ഷാമോൻ ആരംഭിച്ചത് തന്നെ ജഡ്ജസ് ഉൾപ്പെടെയുള്ളവരെ താൻ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും ഇതിൽ ഓരോ മത്സരാർത്ഥികളെക്കുറിച്ചും തൻ്റെ കൺസെപ്റ്റുകൾ ഇങ്ങനെയാണ് എന്ന് ഓരോ മത്സരാർത്ഥികളെയും അവരെ ഷാമോൻ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്ന ഒരു സെഷനായിരുന്നു ഷാമോൻ അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയത്. ശ്യാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നടത്തിയ ചില പരാമർശങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവത്തിന്റെ മറുപടിയായി എൽദോയ്ക്ക് കൊടുത്ത ഒരു മറുപടിയുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ആദ്യം എൽദോയ്ക്ക് കൊടുത്ത മറുപടിയിലേക്ക് വരാം. സംഭവം ഇങ്ങനെയാണ്. മറ്റൊരു എപ്പിസോഡിൽ എൽദോ ഷാമോനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഷാമോൻ ഒരു ബിലോ ആവറേജ് പേഴ്സൺ ആണ് എന്ന പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശത്തിന്റെ പേരിൽ ജഡ്ജസ് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ആവറേജ്, എന്താണ് ബിലോ ആവറേജ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ അന്ന് ഇതിന് ഒരു മറുപടി എന്നോണം ഷാമോൻ വളരെ വിദഗ്ധമായി തന്നെ താൻ സാമ്പത്തികമായി അല്പം പിന്നോട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന രീതിയിലായിരിക്കാം എൽദോ അതിനെ കണ്ടത് എന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ജഡ്ജസ് അതിൽ കൃത്യമായി ഇടപെടുകയും അത്തരം കാര്യങ്ങൾ എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഈ അവസരത്തിൽ ഷാമോൻ അതിവിദഗ്ധമായി ബിലോ ആവറേജ് എന്ന അതേ പരാമർശം തന്നെ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അതൊരു സാമ്പത്തിക ടേംസിലാക്കി മാറ്റുകയും ചെയ്തു. എൽദോ സംസാരിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു കമ്പാരിസൺ ആയിരുന്നെങ്കിൽ അന്ന് തന്നെ ഷാമോൻ അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ച അതേ രീതിയിൽ താൻ സാമ്പത്തികമായി പിന്നിലാണ് എന്ന അർത്ഥത്തിൽ മിഡിൽ ക്ലാസ് എന്നൊരു പരാമർശത്തിലേക്ക് അതിവിദഗ്ധമായി തന്നെ ഷാമോൻ ഈ ബിലോ ആവറേജ് എന്ന പദത്തെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് മിഡിൽ ക്ലാസ് എന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ സ്വത്ത് വിവരത്തെക്കുറിച്ചും പുതിയ വീട് പണി നടക്കുന്നതിനെക്കുറിച്ചും വീട്ടിലുള്ള വാഹനങ്ങളെക്കുറിച്ചും വീട്ടിലെ ബാങ്ക് ഡിപ്പോസിറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര താഴ്ന്ന ഒരു വ്യക്തിയായി കാണുന്ന ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഇത്രയും നേടിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് സമർത്ഥിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ ഷാമോൻ അതിവിദഗ്ധമായി ബിലോ ആവറേജ് എന്നത് മിഡിൽ ക്ലാസ് എന്ന ലെവലിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇതിന് എൽദോയ്ക്ക് ഒരു മറുപടി കൊടുക്കുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. രണ്ടാമത്തെ മറ്റൊരു പരാമർശമാണ് ഏറെ ചർച്ചയാക്കിയത്. അത് ശ്യാമിനെ കുറിച്ചുള്ള പരാമർശമാണ്. അതിനും ആധാരം ശ്യാം ഒരിക്കൽ സംസാരിക്കുന്ന സമയത്ത് താൻ പഠിക്കുന്നതും പിന്നീടുമുള്ള കാലഘട്ടത്തിൽ തനിക്കുണ്ടായ ചില വിവേചനങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അന്ന് ഷാമോൻ അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ആ ഒരു കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും സംസാരിച്ചത്. ശ്യാം ഇതുവരെ തൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നതായിരുന്നു ഷാമോന്റെ പരാമർശം. അതിന് കൂടുതൽ തർക്കത്തിലേക്കൊന്നും പോകാതെ ശ്യാം തൻ്റെ കൈകൊണ്ട് അല്ല എന്ന രീതിയിൽ ആംഗ്യം കാണിക്കുക മാത്രം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് റിയാസ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിച്ചു, കൂടുതൽ ചോദിച്ചറിയാൻ ആഗ്രഹിച്ചു. ഷാമോൻ പറഞ്ഞ കാര്യത്തിന് എനിക്ക് വ്യക്തമായ മറുപടി ഉണ്ട്, പക്ഷേ അത് എൻ്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമിനോട് അതിനെക്കുറിച്ചുള്ള റെസ്പോൺസ് ചോദിച്ചപ്പോൾ ശ്യാം പറഞ്ഞ മറുപടികളുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെയായിരിക്കുന്നോ ആ രീതിയിൽ നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അംഗീകരിക്കണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതോടെ അവിടേക്ക് കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരാനും കമ്മ്യൂണിറ്റി അംഗങ്ങളെ സ്വാധീനിക്കാനോ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുന്നവരെ സ്വാധീനിക്കാനോ ഒക്കെ നടത്തുന്ന ശ്രമങ്ങളെ അതിവിദഗ്ധമായി ശ്യാം തന്നെ പൊളിച്ചിരുന്നു. ഇതിനെല്ലാം മറുപടിയായി റിയാസ് തൻ്റെ ഒപ്പീനിയൻ കൂടി പറഞ്ഞിരുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയാൻ ഒരു സ്പോക്ക് പേഴ്സണായി നിൽക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ മറുപടിയായി പറഞ്ഞിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വളരെ കൃത്യമായി മൈ ടൈം ഉപയോഗിക്കുകയും എല്ലാവരെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത ഷാമോന് എൽദോയ്ക്ക് കൊടുത്ത മറുപടി മനോഹരമായി താൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ശ്യാമിൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാട് അല്പം പൊള്ളുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. അത് പൊളിച്ചെടുക്കുന്ന കാര്യത്തിൽ ശ്യാം മാത്രമല്ല ജഡ്ജസും വ്യക്തമായ ഒരു നിലപാടെടുത്തിരുന്നു എന്ന് വേണം പറയാൻ. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം?